ഇന്ത്യ വികസിപ്പിച്ച യുദ്ധവിമാനം തേജസ് ദുബായിൽ തകർന്നു വീണു. അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യയിൽ അധികൃതർ. എന്തുകൊണ്ട് ഇതിൽ കൃത്യമായ അന്വേഷണം വേണമെന്ന് പലരും ആവശ്യപ്പെടുന്നു. ഇന്ത്യ പോലുള്ള രാജ്യത്തെ സംബന്ധിച്ചിട്ട് നമ്മൾ ഈ പ്രതിരോധ ഉപകരണങ്ങൾ, വിമാനം അടക്കമുള്ള പ്രതിരോധ ഉപകരണങ്ങൾ നമ്മളെല്ലാ കാലത്തും ഒരു ഉപഭോക്താവായിരുന്നു. എവിടെയെങ്കിലും പോയി ഏതെങ്കിലും രാജ്യത്ത് നിന്ന് വാങ്ങി, പ്രത്യേകിച്ച് അമേരിക്ക ഇല്ലെങ്കിൽ ചൈന ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന്, റഷ്യ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വാങ്ങലായിരുന്നു നമ്മുടെ പരിപാടി. അത് പിന്നെ കേരളത്തെ പോലെ, കേരളം ഉപഭോക്തൃ സംസ്ഥാനം എന്ന് പറയുന്ന പോലെ അങ്ങനെയായിരുന്നു. നമ്മുടെ ശാസ്ത്രജ്ഞന്മാരെയും സയൻറ്റിസ്റ്റുകളെയൊക്കെ ഉപയോഗിച്ച് ഇവിടെ സ്വന്തമായി നിർമ്മിക്കാൻ മുമ്പ് ഇന്ത്യയുടെ സർക്കാരുകൾ ശ്രമിച്ചിരുന്നില്ല. അതിനൊരു മാറ്റം കൊണ്ടുവന്നത് 2014 ശേഷമാണ്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷമാണ് ഈ പ്രതിരോധ രംഗത്ത് ആത്മനിർഭരത അല്ലെങ്കിൽ സ്വയം പര്യാപ്തത കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഈ യുദ്ധവിമാനങ്ങളും യുദ്ധക്കോപ്പുകളും ഒക്കെ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനുള്ള ശ്രമം തുടങ്ങുന്നത്. DRDOയുടെ നേതൃത്വത്തിലാണ് അതിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ 2016 നമ്മുടെ സൈന്യത്തിൻ്റെ ഭാഗമായി വന്ന പിന്നെ വിമാനം LCA ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് എന്ന കാറ്റഗറിയിൽ വന്നാണ് ഈ തേജസ് എന്ന് പറയുന്നത്. ഇത് ആദ്യമായിട്ട് ഇൻ്റർനാഷണൽ വേദിയിൽ അവതരിപ്പിക്കുന്നത് ബഹ്റൈൻ പിന്നെ എയർ ഷോയിലാണ് 2017. ആ ബഹ്റൈൻ എയർ ഷോയിൽ വലിയ പേര് പിടിച്ചു പറ്റിയ വിമാനമായിരുന്നു തേജസ്. പല കാരണങ്ങളുമുണ്ട് അതിൻ്റെ. ഈ പറഞ്ഞ പോലെ ഈ വേഗത, അതുപോലെ തന്നെ ഭാരക്കുറവ്, ഈ പലതരത്തിൽ സ്വിങ് ചെയ്യാനുള്ള അതിൻ്റെ ശേഷി, വിലക്കുറവ്, അമേരിക്കയായിട്ട് നോക്കുമ്പോൾ വിലക്കുറവ്, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ അന്നുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ അതിൽ നിരന്തരം മോഡിഫിക്കേഷൻ വരും. സ്വാഭാവികമായിട്ട് എപ്പോഴും അങ്ങനെ ആയിരിക്കുമല്ലോ. ഇതിൻ്റെ ഈ തേജസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ സ്വന്തം എന്ന് പറയുമ്പോൾ പോലും അതിൽ നമ്മുടെ ഒരു 65-70% ഇന്ത്യയുടെ പങ്കുള്ളൂ. അതിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് അമേരിക്കൻ എഞ്ചിനാണ്. GE കാറ്റഗറിയിൽപ്പെട്ട അമേരിക്കൻ എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എഞ്ചിൻ നമ്മുടെയല്ല. ബാക്കി ഘടകങ്ങൾ, അതായത് 65-70% വരെ ആ വിമാനത്തിൻ്റെ ഘടകങ്ങൾ ഇന്ത്യയിൽ നിർമ്മിച്ചാണ്. പൂർണ്ണമായിട്ടും അത് നമ്മുടേതാണെന്ന് പറയാൻ കഴിയില്ല. എന്നിരുന്നാൽ പോലും എഞ്ചിൻ ഒഴികെ മറ്റ് ഉള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കപ്പെട്ടാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ വിമാനം എന്ന് നമ്മളതിനെ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ സംശയം ഉണ്ടായിരിക്കുന്നത് ഈ എഞ്ചിനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. അമേരിക്കയിൽ നിന്ന് വാങ്ങിയതിൽ പിടിപ്പിച്ചിരിക്കുന്ന എഞ്ചിനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? നമ്മൾ പൂർണ്ണമായും എഞ്ചിൻ അടക്കമുള്ള കാര്യങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കേണ്ടതല്ലേ എന്നുള്ളതിൻ്റെ ഒരു ആവശ്യകതയെക്കുറിച്ചാണ് ഇനിയിപ്പോൾ ചർച്ച വരാൻ പോകുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത്, ഈ തേജസ് വിമാനം എല്ലാ രാജ്യങ്ങളുണ്ടാക്കുന്ന ഫൈറ്റർ ക്രാഫ്റ്റുകളും അപകടത്തിൽപ്പെടും. അത് പുതിയ കാര്യം. പലരും നിലവിലെ സാഹചര്യത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യയിൽ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിൽ ആയുധ കച്ചവടം വർദ്ധിപ്പിച്ച ഒരു കാലഘട്ടത്തിൽ ഇങ്ങനൊരു അപകടം ഉണ്ടാകുമ്പോൾ അട്ടിമറിയുന്ന ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ കാര്യം തേജസിൻ്റെ ട്രാക്ക് റെക്കോർഡ് അങ്ങനെയുള്ളതാണ്. അതായത് ആകെ ഇതുവരെ ഒരു അപകടമാണ് തേജസിന് പറ്റിയിട്ടുള്ളത്. 2024 ജയ്സൽമേറിലെ ഒരു പിന്നെ ഇതുവരെ തേജസ് പരീക്ഷണ പറക്കലിൽ തകർന്നിരുന്നു. പക്ഷെ അന്ന് പൈലറ്റ് രക്ഷപ്പെട്ടു. അദ്ദേഹം ഇജക്ട് ചെയ്ത് പുറത്താടി, പ്ലെയിൻ മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ. അതിനുശേഷം നടക്കുന്ന ഈ രണ്ടാമത്തെ അനുഭവമാണ് ഇപ്പോൾ ഈ ദുബായ് എയർ ഷോയിൽ സംഭവിക്കുന്നത്. ഇതേ സമയം ഇതിനോട് കിടപിടിക്കുന്ന അമേരിക്കയുടെ F-16, 17 കാറ്റഗറിയിൽപ്പെട്ട വിമാനങ്ങളുണ്ട്. അതൊക്കെ 5, 6, 8 തവണ F-35 600-ലേറെ തവണ ക്രാഷായി നശിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സെയിം കാറ്റഗറി നിൽക്കുന്ന വിമാനമാണ്. തുർക്കിയുടെ ഇതേ കാറ്റഗറിയിലെ വിമാനങ്ങൾ തകർന്നിട്ടുണ്ട്. അപ്പോൾ എയർക്രാഫ്റ്റുകൾ തകരുക എന്ന് പറയുന്ന ഒരു പുതിയ കാര്യമൊന്നുമില്ല. അത് സംഭവിക്കും, പല കാരണങ്ങൾ കൊണ്ടാണ്. അത് കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ട് സംഭവിക്കാം, എഞ്ചിൻ ഫെയിലൂർ കൊണ്ട് സംഭവിക്കാം, പൈലറ്റിൻ്റെ പിഴവ് കൊണ്ട് സംഭവിക്കാം, പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം. എന്ന് കരുതി ആ വിമാനം പിന്നെന്താണ് കുഴപ്പം പിടിച്ചതാണ് എന്നുള്ളൊരു കൺക്ലൂഷനിൽ മിനിമം നമ്മൾ ഇന്ത്യക്കാരെങ്കിലും എത്താതിരിക്കണം. പക്ഷേ രസകരമായ ഒരു കാര്യം, നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഈ വാർത്തയായിട്ട് ബന്ധപ്പെട്ട് വന്ന സോഷ്യൽ മീഡിയ ഹാൻഡിലൊക്കെ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ സ്മൈലി, ഈ ചിരിക്കുന്ന സ്മൈലി, നാരങ്ങയും മറ്റേ മുളകൊക്കെ വെച്ച് പൂജിച്ച് കാണില്ല, അതുകൊണ്ടായിരിക്കും പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഒപ്പം കോൺഗ്രസിൻ്റെ ഈ സൈബർ പോരാളികളുമൊക്കെ ഇതിനെ ആക്ഷേപിച്ചുകൊണ്ട്, അതായത് തേജസിനെയും അതിൽ കൊല്ലപ്പെട്ട പിന്നെ പൈലറ്റിനെ ആക്ഷേപിച്ചുകൊണ്ട് പറയും. ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. നമ്മൾ എന്ത് കണ്ടുപിടിക്കുമ്പോൾ സന്തോഷിക്കുകയാണ്. തീർച്ചയായിട്ടും സ്വന്തം രാജ്യം ഈ പറഞ്ഞ പോലെ അന്താരാഷ്ട്ര വേദിയിൽ നാണം കെടുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ അപകടം സംഭവിക്കുമ്പോൾ അതിന് കൈകൊട്ടിച്ചിരിക്കുന്ന ഒരു മനോഭാവം ഉണ്ടല്ലോ. ഈ മനോഭാവമാണ് ഇന്ത്യയുടെ ശാപം. ഇത് എന്ന് മാറും എന്നുള്ളതാണ് പ്രശ്നം. മാറാൻ കഴിയുമെന്ന് ചോദിച്ചാൽ അത് മാറാൻ ഒരു പ്രത്യേക വിഭാഗം കാലം മാറില്ല, അത് സംഭവം ഉണ്ടാവും. പക്ഷേ ഈ കോൺഗ്രസ് പാർട്ടിയെ പോലുള്ള പാർട്ടികൾ
രാജ്യത്തെ നയിക്കാൻ നിൽക്കുന്ന ആളുകളാണ്, നാളെ ഇന്ത്യ ഭരിക്കാൻ നിൽക്കുന്നവരാണ്, കുറേ കാലം ഇന്ത്യ ഭരിച്ചവരാണ്. അവരുടെ പോരാളികൾ എന്തിനാണ് ഇത്തരത്തിലുള്ള വൃത്തികെട്ട? അല്ല, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു തോന്നലുണ്ട്, തങ്ങൾ ഇനി ഇന്ത്യയിൽ വരില്ല, അതുകൊണ്ട് നമ്മുടെ നാടങ്ങ് നശിക്കട്ടെ എന്നൊരു ചിന്ത ഉണ്ട്. ആ രീതിയിലാണല്ലോ രാജ്യദ്രോഹമായ പ്രസ്താവനകൾ വരുന്നു, അവരുടെ നേതാക്കളുടെ പ്രവർത്തനങ്ങൾ വരുന്നു. എന്തുകൊണ്ടായിരിക്കും കോൺഗ്രസ് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുന്നത്? തീർച്ചയായും രാഹുൽ ഗാന്ധി ഇതിൻ്റെ ഒരു കടിഞ്ഞാണ് ഏറ്റെടുത്തോടു കൂടി സ്വാഭാവികമായിട്ട് രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കാണ് കോൺഗ്രസ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. രാജ്യം രക്ഷപ്പെടണം എന്നുള്ളതല്ല, രാജ്യം എങ്ങനെയെങ്കിലും നശിച്ചോട്ടെ എന്നുള്ള നിലപാടിലാണ്. അതിന് അവരാൽ കഴിയുന്ന സഹായങ്ങൾ അവർ ചെയ്യുന്നുണ്ട്, അതിനവർക്ക് ഫണ്ടും കിട്ടുന്നുണ്ട്, വേണ്ടപ്പെട്ട സ്ഥലത്ത് ഫണ്ടും കിട്ടുന്നുണ്ട്. അവർക്കെന്ത് ഒന്നും നഷ്ടപ്പെടാനില്ല. കാരണം വെച്ചാൽ ആയിരക്കണക്കിന് കോടികളുടെ സ്വത്ത് അവർ ഇതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നിന്ന് കൊള്ളയടിച്ചുണ്ടാക്കിയിട്ടുണ്ട്. ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ പുതുതായിട്ട് ഈ പറഞ്ഞ പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ തേജസിൻ്റെ തകർച്ച ഒരു പരിധിവരെ നമ്മുടെ ഈ ആയുധരംഗത്തേക്കുള്ള അല്ലെങ്കിൽ ഫൈറ്റർ ക്രാഫ്റ്റുകളുടെ സെയിൽസിലേക്ക് സ്വാഭാവികമായിട്ട് നമുക്കൊരു തിരിച്ചറിവുണ്ടാവും. 6-7 രാജ്യങ്ങൾ, ആസ്ട്രേലിയ അടക്കമുള്ള രാജ്യങ്ങൾ തേജസ്സിന് ആൾറെഡി താല്പര്യം പ്രകടിപ്പിച്ചിട്ട് അവർ ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ട് അവർ റീവിസിറ്റ് ചെയ്യും. കാരണം ഒരു പ്രധാനപ്പെട്ട ഇൻ്റർനാഷണൽ എയർ ഷോയിലെ ഒരു വിമാനം തകർന്നു വീണിട്ടുണ്ട് എങ്കിൽ അവരിനെ 2 വട്ടം ആലോചിക്കും. കാരണം അവർ കാശ് കൊടുത്ത് വാങ്ങുന്നതല്ലേ, ഒരു തട്ടുവെളുപ്പ സാധനം വാങ്ങാൻ ആരും ആഗ്രഹിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നമുക്കൊരു നേരിയ തിരിച്ചടി ഈ സംഭവത്തിലുണ്ടാവും. കാരണം നാളെ അമേരിക്കയും ചൈനയും റഷ്യയും കൈയടക്കി വെച്ചിരിക്കുന്ന തന്ത്രപ്രധാനമായ പ്രതിരോധ ആയുധ മേഖലയിൽ ഇന്ത്യ കടന്നു കയറാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് പറ്റിയിട്ടുള്ളതെന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ അപ്പോഴും ഇതിൻ്റെ തകർച്ചയെക്കുറിച്ച് അത് ഈ രംഗത്തുള്ള വിദഗ്ധന്മാർക്ക് മാത്രമേ പറയാൻ കഴിയുള്ളൂ. എന്നാലും പുറത്തു വരുന്ന ചില വിവരങ്ങൾ വെച്ചിട്ട് ഇതിന് ഈ പറഞ്ഞതുപോലെ ഈ പ്രഷർ ഫെയിലുവർ അല്ലെങ്കിൽ ഓയിൽ കംപ്രഷനിൽ പറ്റിയ പ്രശ്നങ്ങളാണെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഈ പൈലറ്റ് അദ്ദേഹം എന്തുകൊണ്ട് ഇജക്റ്റ് ചെയ്തില്ല എന്നൊരു ചോദ്യം വരുന്നുണ്ട്. സാധാരണ ഇത്തരം ഫൈറ്റർ ക്രാഫ്റ്റിൽ അത് കൺട്രോൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പൈലറ്റ് രക്ഷപ്പെടുന്നത്, ഇജക്റ്റ് ചെയ്ത് പുറത്ത് ചാടുകയാണ് പതിവ്. പക്ഷേ അദ്ദേഹം അത് ചെയ്തില്ല. എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രസക്തം. അത് അതിൻ്റെ ബ്ലാക്ക് ബോക്സ് കിട്ടുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഇദ്ദേഹത്തിന് എന്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് എന്തെങ്കിലും ഈ പറഞ്ഞ ഹൃദയാഘാതം പോലുള്ള സംഭവങ്ങൾ പറ്റിയിട്ടുണ്ടോ, അതോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട്. കാരണം ഈ അതിവേഗതയിൽ ഇത് മേലോട്ട് പോവുകയും അതുപോലെ താഴോട്ട് വരികയും സ്വിങ്ങിങ്ങൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ശരീരത്തിലെ സിസ്റ്റംസിനൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറ്റാം. അതുകൊണ്ട് പറ്റിയാണെന്ന് അറിയില്ല. ഇനി അതല്ല, അങ്ങനെയൊന്നും സംഭവിച്ചില്ല എങ്കിൽ ഈ അവിടെയുള്ള കാണികളുണ്ടല്ലോ, ഈ കണ്ടിരിക്കുന്നവരിടയിലേക്ക് ഈ ഫ്ലൈറ്റ് പോകാതിരിക്കാൻ വേണ്ടി ഇദ്ദേഹം ഒരു ശ്രമം നടത്തിയായിരിക്കും. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഇജക്റ്റ് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടാവില്ല എന്നുള്ള പല സംശയങ്ങൾ പുറത്തു വരുന്നുണ്ട്. അത് നമുക്ക് ഈ ബ്ലാക്ക് ബോക്സിൻ്റെ അന്വേഷണം കിട്ടുന്നതിൽ കൂടെ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, തേജസ് എന്ന യുദ്ധവിമാനം എന്ന് പറയുന്നത് ഇന്ന് അമേരിക്ക ഇറക്കുന്ന സെയിം കാറ്റഗറിയുള്ള വിമാനത്തെക്കാൾ വളരെ സെക്യൂർ ആണെന്ന തർക്കമൊന്നുമില്ല. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അതിൻ്റെ ട്രാക്ക് റെക്കോർഡ് എന്ന് പറയുന്നത്. ആകെ ഇതും കൂട്ടി 2 അപകടമാണ് തേജസ്സിന് പറ്റിയിട്ടുള്ളത്. എത്രയോ, അതായത് 10,000 കണക്കിന്. ഇതൊരു അട്ടിമറിയാണോ ചിലർ വിദേശ രാജ്യങ്ങൾ സംശയിക്കുന്ന ഘട്ടമില്ല, അതെല്ലാം വെറുതെയാണോ? അല്ല, നമുക്ക് സംശയിക്കാമല്ലോ. കാരണം ദുബായ് എയർ ഷോ പോലുള്ള ഒരു സ്ഥലത്ത് ഇത്രയും നല്ല ക്ലിയർ ട്രാക്ക് റെക്കോർഡുള്ള ഒരു വിമാനം തകർന്ന് വീഴുക എന്ന് പറഞ്ഞാൽ ആളുകളുടെ കൺമുന്നിൽ സംഭവിക്കുന്നതല്ലേ. അപ്പോൾ അവർ സംശയിക്കാമല്ലോ. മറ്റുള്ളവരെ സംബന്ധിച്ചിട്ട് ഈ വിമാനം മോശമെന്നായിരിക്കും, പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിട്ട് അങ്ങനെയല്ല. ഇന്ത്യയെ സംബന്ധിച്ചിട്ട് നമ്മൾ 2 വശം അന്വേഷിക്കണം. ഇതിൻ്റെ വിമാനത്തിൻ്റെ ഫെയിലുവറാണോ, അതിൻ്റെ നിർമ്മാണത്തിൻ്റെ ഫെയിലുവറാണോ, അതോ ഏതെങ്കിലും തരം അട്ടിമറി സംഭവിച്ചിട്ട് 2 ആംഗിളിലും എന്ത് ചെയ്യേണ്ടി വരും? അന്വേഷണത്തിന് വ്യോമസേന ഇന്നലെ തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ടീം ദുബായിൽ പോയിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അന്വേഷണത്തിന് വ്യക്തമായ കാര്യങ്ങൾ പുറത്തു വരും. ആ പുറത്തു വരുന്ന സാഹചര്യത്തിലാണ് ഇതിൻ്റെ ഇനിയുള്ള പരിഷ്കരണം, തേജസിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്കുള്ള പരിഷ്കരണം നടക്കുകയും കുറച്ചുകൂടി അവധാനത്തോടുകൂടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ ഇടപെടും. കാരണം 100% നമ്മുടെ തന്നെ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം ഫൈറ്റർ ജെറ്റുകൾ നിർമ്മിക്കാനുള്ള ശ്രമവും ഇതോടുകൂടി ഭാരതത്തിൻ്റെ ഭാഗത്തുണ്ടാവും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.